ഹലോ ഗായ്സ്, സ്റ്റേ ആൻഡ് ദ ഡ്രീമിംഗ് കപ്പിൾസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചേട്ടൻ്റെ വീട്ടിലായിരുന്നു ഇന്നലെ പറഞ്ഞല്ലോ പെറ്റു ഏളകളപ്പോഴേക്കും നമ്മുടെ റൂമിലേക്ക് വന്നു. ചുമ്മാ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവളിവിടെ കിടക്കാണ്. എനിക്ക് തന്നെ ഉള്ളൂ. അപ്പം ബാക്കി വിശേഷങ്ങൾ വീഡിയോയുടെ കാണാം. ഓക്കെ. എന്നിട്ട് ഒന്ന് പല്ലൊക്കെ തേച്ചൊന്ന് ഫ്രഷായി ഇവിടെ പള്ളിയിൽ പോകാൻ ക്യാരിസിനും ആളെ ഒരുക്കങ്ങളുണ്ടോ. ഇന്നലെ പിന്നെ അധികം വീഡിയോസ് എടുക്കാൻ പറ്റില്ല. പക്ഷേ ആ ഷൂട്ടിനായിരുന്നു ഞാൻ പറഞ്ഞില്ലേ, ഒരു 2 വീഡിയോസ് എടുത്തു. അത്യാവശ്യം ലെങ്ത്തോളം ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ പിന്നാലെ പോയി. എൻ്റെ ഫോണിന് ചാർജില്ലാത്തതുകൊണ്ട് കുത്തി കിട്ടും. പിന്നെ ഇടയ്ക്കുള്ള 1-2 ക്ലിപ്സ് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇരുന്നുണ്ടെങ്കിൽ കുളിച്ചാ ഒരു പള്ളി പോലെ പരിപാടി. ഞങ്ങൾ ഇപ്പം തന്നെ ചായ കുടിച്ച് ഇപ്പം തന്നെ ഇറങ്ങും. ബാക്കി വിശേഷങ്ങൾ നമുക്ക് ബിസ്ക്കറ്റ് കഴിക്കുന്ന ആടിനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ എവിടെയല്ലോ? പിന്നെയും കമൻറ്റ് ചെയ്തിട്ട് നോക്കിപ്പോൾ അടിയാവും. ഇപ്പോൾ ഇവിടെ അമ്മയമ്മളാണ്. ഇവിടെ അടിയാവും. ഇപ്പോൾ ഇവിടെ അടിയാവും. വേണ്ട നീ നോക്കാനുണ്ടോന്ന് ആണ്ടർപണി കൊടുക്ക്. ബിസ്ക്കറ്റ് കഴിക്കണമെന്ന് വെറുതെ ചോദിച്ചോളൂ. ഇടിയായി ബിസ്ക്കറ്റിന്. കഴിഞ്ഞോ? കഴിഞ്ഞു പിള്ളേർക്ക് വെള്ളയ്ക്ക് വരുമ്പോൾ ഇതുണ്ടോ സംഭവം? ഇതൊരു വെള്ളം നിറയ്ക്കുന്ന ടാങ്കിന് മറ്റേ അലക്കാനൊക്കെ. പക്ഷേ ഇതിനകത്തൊക്കെ ഇരുന്ന് കുളിപ്പിച്ചിട്ടൊക്കെ ഉണ്ട് ഞങ്ങൾ ആൻറ്റി ചെറുപ്പത്തിൽ ഇങ്ങോട്ട് വരുമ്പോൾ. കാണാനൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ് ഇവിടെ. ഇന്ന് വെക്കേഷനൊക്കെ ഇവിടെ നിൽക്കാറൊക്കെ ഉണ്ട്. സൈഡായിട്ട് മൊത്തം പാടങ്ങളാണ്. പണ്ടൊക്കെ നെൽകൃഷി ഉണ്ടായിരുന്ന പാടങ്ങളാണ്. ഇപ്പോൾ മൊത്തം ആരും അങ്ങനെ കൃഷിയൊന്നും ചെയ്യാറില്ല. പക്ഷെ അതൊന്നും ചെയ്യാനും വലിയ ഇങ്ങനെ കിടക്കും. ചില ഭാഗങ്ങൾ മാത്രം ചെയ്യേണ്ടതാണ്. ഇപ്പം കോടയാണ്. അപ്പുറത്തെ സൈഡൊക്കെ നല്ല കോടയായിട്ട് കിടക്കാണ്. രാവിലെ തന്നെ ഉണ്ട്. കൈസർ ആള് നാടനാണെന്നാണ് പറയുന്നത്. പക്ഷേ ആളത്ര പൊക്കമൊക്കെ ഉള്ളൂ. ആക്റ്റീവാണ് കൈസറേ. അങ്ങനെ കൈസറിൻ്റെ അടുത്ത് ഞാൻ നോക്കുമ്പോൾ ആങ്ങളെ പെങ്ങളോടെയും പല്ലേപ്പാണ്. ആങ്ങളുടെ പല്ലേപ്പ് നേരത്തെ കഴിഞ്ഞു. അടുപ്പത്ത് ആൻറ്റി കഞ്ഞി വെച്ചിട്ടുണ്ട്. ചേച്ചി ഇവിടെ വെക്കുന്നുണ്ട് പിള്ളേർക്കുള്ള പലഹാരം. പിന്നെ ആൻറ്റിയുടെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ ബഹളം കേട്ട് ഞാൻ നോക്കിയപ്പോൾ തല കുളിക്കാൻ ഭയങ്കര മടിയാട്ടോ അവൾക്ക്. അപ്പോൾ ചേച്ചിയുടെ അടുത്ത് നിൽക്കില്ല, ഭയങ്കര ഒച്ചപ്പാടും ബഹളം. അപ്പോൾ ചേട്ടനെ വിളിച്ചുകൊണ്ടെന്ന് തലയിൽ എണ്ണ തേപ്പിക്കാൻ എത്തിയേക്കാണ്. ഭയങ്കര മടി തല കുളിക്കാൻ. ആൾക്ക് പള്ളിയിൽ പോകാൻ രാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ കുറച്ച് ദിവസം പനിയായിട്ട് സ്കൂളിൽ പോകാത്തതുകൊണ്ട് പിന്നെ ആൾക്ക് മടി പിടിച്ചു. അങ്ങനെ ചേട്ടൻ പിടിച്ചിട്ട് എണ്ണയൊക്കെ തേച്ചപ്പോൾ കുഴപ്പമില്ലാണ്ട് ആൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്താണ് അവന് വീഡിയോ എടുക്കല്ലേ, അപ്പോൾ അതുകൊണ്ട് വാശിയൊന്നും ഇല്ലാണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ചേച്ചി ഉടുപ്പൊക്കെ ഇടിച്ചിട്ട് കുളിപ്പിച്ചതും ചേട്ടൻ തന്നെ കേട്ടോ. ചേട്ടൻ ഇവിടെ വേറെ അടുത്ത ആളുടെ ഉടുപ്പ് ഇടിച്ച് റെഡിയാക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ചേച്ചി കണ്ണ് എഴുതാനായിട്ട് ഒരാളെ വിളിച്ചിരുത്തി. അപ്പോൾ അടുത്ത ആളോട് കൂടെ കിടക്കേണ്ട ചേട്ടൻ പിടിച്ച് മുടിയൊക്കെ ഇരി കൊടുക്കണം ആ സമയം കൊണ്ട്. അത് കഴിഞ്ഞ് ചേച്ചി അടുത്ത ആളെയും പിടിച്ചിരുത്തിയിട്ടുണ്ട്. ആളെ പിടിച്ചിരുത്തണം കണ്ണ് എഴുതാനായിട്ട്. അങ്ങനെ പിടിച്ചിരുത്തി ചേട്ടൻ മുടിയൊക്കെ ഇരി സെറ്റാക്കി കൊടുത്ത് രാവിലെ പള്ളി പോലെ ഒച്ചപ്പാടും പാടുമാണ്. അപ്പോൾ ഒരാൾ വന്ന് ഇവിടെ തന്നെ എടുത്ത് എണ്ണയൊക്കെ തേച്ച് കാര്യങ്ങളൊക്കെ വേഗം ചെയ്തോളൂ കേട്ടോ. അങ്ങനെ ഒരു പള്ളി പോകാനുള്ള പരിപാടിയാണ്. ക്യാരിസത്തിന് പോകാൻ ക്യാരിസനുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കളിയാക്കാൻ കേട്ടോ, ഒരു വണ്ടിയും ഇത്രയും പേര് പോകും, ഇതെങ്ങനെ കയറണേ, ചേട്ടനും ക്യാരിസത്തിന് പോകേണ്ട ബാഗ് കിട്ടുന്നതാണ് ചോദിക്കണേ. അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ പോകാം, ഇപ്പം തന്നെ പോകും. വർക്കുണ്ട്. അങ്ങനെ അവർ പോയി. ഞങ്ങൾ വന്നിട്ട് പോയാൽ മതി, ഞങ്ങളൊരു കൂടി ഉണ്ടാവണം എന്നൊക്കെയാണ് പറയണത്. പക്ഷെ നമ്മൾ പോകും വർക്കുള്ള തന്നെ. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്ക് കഴിഞ്ഞ് പതുക്കെ ഇറങ്ങിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ജെറിൻ്റെ കൂടെ വർക്കുണ്ട്. ജെറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചൂടൻ എപ്പിസോഡൊക്കെ എടുക്കുന്ന ആളാണ്. ചേട്ടൻ്റെ ഫ്രണ്ടാണ് ക്യാമറമാൻ, എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ജെറിൻ്റെ കൂടെ ഇന്നൊരു ബാപ്റ്റിസത്തിൻ്റെ വർക്കുണ്ട് ആൾക്ക്. കൂട്ടുകാരൻ്റെ ചേട്ടൻ്റെ കൊച്ചിൻ്റെ തന്നെയാണ്. അപ്പോൾ അതിന് പോകണം. 10 മണിയാകുമ്പോൾ വീടെത്തണം. അപ്പോൾ നമ്മൾ പോകണ വഴിക്ക് മൂക്കന്നൂരൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ആക്സിഡൻറ്റ് കണ്ടു കേട്ടോ. ചേട്ടനാണ് പോയി ആളെ എഴുന്നേൽപ്പിച്ചതൊക്കെ. അത് നമ്മൾ നേരെ വീടെത്താറിയപ്പോൾ ചിക്കൻ മേടിക്കാൻ കയറി. കടയിൽ ചിക്കനും അത്യാവശ്യം നമ്മുടെ സാധനങ്ങളൊക്കെ ഒരു കടയിൽ തന്നെ കിട്ടും കേട്ടോ. അങ്ങനെ ചിക്കനും മേടിച്ച് നമ്മൾ വീടെത്തിയപ്പോൾ അത്യാവശ്യം നല്ല വെയിൽ പോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അലക്കിയിടാമെന്ന് വിചാരിക്കുകയാണ് ആദ്യം തന്നെ. എന്നിട്ട് ബാക്കി പണികൾ ചെയ്യുകയാണെങ്കിൽ വേഗം തുണികൾ ഉണങ്ങി കിട്ടുമല്ലോ. അത്യാവശ്യം വെയിലുണ്ട്, എങ്ങനെയാണെന്നറിയില്ല. അപ്പോൾ വേഗം ഞാൻ വെള്ളം തുറന്ന് വാഷിംഗ് മെഷീനിൽ ലിക്വിഡൊക്കെ ഒഴിച്ച് സെറ്റാക്കി തുണികൾ മുക്കി വെച്ചിട്ട് പണികൾ കഴിക്കുകയാണെങ്കിൽ അത് കഴിയുമ്പോഴേക്കും ഏകദേശം സെറ്റായി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വേഗം ലിക്വിഡൊക്കെ ഒഴിച്ച് വെള്ളം തുറന്നിട്ട് തുണികളൊക്കെ കൊണ്ടിട്ടു. ഞാൻ കൂടുതൽ ലിക്വിഡായിട്ട് യൂസ് ചെയ്യുക, സോപ്പ് പൊടി യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ വാഷിംഗ് മെഷീനിലായതുകൊണ്ട് ചിലപ്പോൾ കറങ്ങി വരുമ്പോൾ സെറ്റായി ഒരു പെട്ടെന്നൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അലമ്പൽ സെറ്റാവാണ്ട് എടുത്തു കഴിഞ്ഞാൽ പൊടി ഇങ്ങനെ പിടിച്ചിരിക്കും. അപ്പോൾ അതിനിടയിൽ ഞാൻ കറി വയ്ക്കാനായിട്ട് സവോളയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചോട്ട് ചിക്കനാണ് കുറച്ചെടുത്ത് വറക്കാനും വെച്ചു. ആ ലെഗും പിന്നെ മറ്റേ കരളും ഇല്ലേ, പിന്നെ 2-3 ചെറിയ പീസത്
അത് കഴിഞ്ഞത് കറി വയ്ക്കാൻ വേണ്ടി സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഇട്ട് വഴറ്റാൻ വേണ്ടി വെച്ചു. റെസിപ്പി ഒന്നും കാണിക്കില്ല കേട്ടോ. അപ്പോൾ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചിക്കൻ വറുക്കാനും വേണ്ടി വെച്ചു കേട്ടോ. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ചാവും. ചിക്കൻ കറി ഏകദേശം ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നത്, ഏകദേശം നല്ല ഒരുവിധമായി നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ഗ്രേവിയിലാണ് കേട്ടോ വെച്ചേക്കണേ, കറിയായിട്ട് ഡ്രൈ ആയിട്ടല്ല വെച്ചേക്കണേ. പല രീതിയിൽ വയ്ക്കാറുണ്ട്, പിന്നെ ഇപ്പോൾ ഈ രീതിയിൽ വെച്ചേ. അപ്പോൾ നാളത്തേക്കുള്ള കറിയായി. ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട് കേട്ടോ, ജസ്റ്റ് 2 ചെറിയ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട് ഗ്രേവി ആക്കിയതുകൊണ്ട്. അപ്പോൾ ഇതിവിടെ ഏകദേശം ആവുന്നുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ഒന്നടിച്ചൊക്കെ ഒന്ന് വരണം, കുറച്ച് തുണികൾ മടക്കാണ്ട്, എന്നിട്ടൊന്ന് കുളിക്കണം, എന്നിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. പിന്നെ ഇളക്കാനായിട്ടൊക്കെ തുണികൾ ഏകദേശം ആയിട്ടുണ്ടാവും, അതൊന്ന് തിരിച്ചിടണം. വെയിൽ പുറത്ത് കാണുന്നുണ്ട്, ചിരിച്ച് കാണിക്കുന്നൊന്നും അറിയില്ല. അത് നോക്കി കഴിഞ്ഞപ്പോഴേക്കും തുണികൾ ലാസ്റ്റ് ഇലക്കായണ, ഇനി ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുത്താൽ മതി. വെയിലും തെളിയണം, അപ്പോൾ വേഗം വിരിച്ചിടാണെങ്കിൽ അതൊന്ന് ഉണങ്ങി കിട്ടും. എന്നിട്ട് കുളിക്കാമെന്ന് വിചാരിച്ച് ഞാൻ തുണികളൊക്കെ വേഗം വിരിച്ചിട്ടു, കുറച്ച് പാറയമ്മയ്ക്ക് ഇട്ടു, അപ്പോൾ വേഗം ഉണങ്ങി കിട്ടും. അങ്ങനെ തുണികളൊക്കെ അത്യാവശ്യം വിരിച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്യുമോയെന്ന് അറിയില്ല. തുണിയിടലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ച് വന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നുണ്ട്. സത്യത്തിൽ ഇത് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ മറന്നുപോയി. തുണി മടക്കാൻ അടിച്ചു വരാൻ അങ്ങനെ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ടായി. അതൊക്കെ കഴിഞ്ഞ് ഒരു 5 മണിയായപ്പോൾ ഏട്ടൻ വന്ന്, ആൾ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് സൺഡേ ആയപ്പോൾ ജെറി വിളിച്ചിട്ട് സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. ഒരു തമിഴ് മൂവിയായിരുന്നു, പേര് ഞാൻ മറന്നുപോയി. ഞാൻ പക്ഷേ പൊതുവെ തമിഴ് മൂവി കാണാനായിട്ട് തിയേറ്ററിൽ പോകാറില്ല, അതുകൊണ്ട് ഞങ്ങൾ സ്കിപ്പ് അടിച്ചു. എന്നാൽ ചുമ്മാ ഇറങ്ങിയിട്ട് വരാം എന്നും പറയാൻ ആറ്റുമുഖത്തേക്ക് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഓർത്ത് അയ്യോ അവിടെ 6 മണി 6:30 വരെ ചെക്ക് പോസ്റ്റിൽ കടത്തി വിടുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ചുമ്മാ അവിടെ വരെ പോയി കറങ്ങി തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. ചെറിയ സിനിമയ്ക്കും പോയി. പിന്നെ സത്യത്തിൽ വർത്താനം വന്ന് ഫുഡൊക്കെ കഴിച്ച് നേരത്തെ കിടക്കുകയും ചെയ്തു, അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല.